ഗൂഗിൾ പേ നമ്മുടെ രാജ്യത്ത് പ്രചാരണത്തിൽ വന്നതോടെ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൺലൈൻ സേവനങ്ങളാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ATM-ൽ കയറി പണമൊന്നും എടുക്കാതെ ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഇപ്പോൾ മൊബൈൽ ഫോൺ വഴി, അതായത് ഗൂഗിൾ പേ വഴിയാണ്. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഭീം ആപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ വഴിയാണ് ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2000 രൂപയ്ക്ക് മുകളിലുള്ള വ്യാപാരി UPI ഇടപാടുകൾക്ക് 25% മുതൽ 4% വരെ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയേക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഈ ചാർജ് ബാധകമാകില്ല. ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങൾക്ക് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാക്കളും MDR ഈടാക്കുന്നതിൽ നിലവിലുള്ള വിലക്ക് നീക്കം ചെയ്യുന്നതിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ദി ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ നിർദ്ദിഷ്ട മാറ്റങ്ങൾ എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രാദേശിക വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സാധാരണക്കാർ അധിക തുക നൽകേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ചെലവുകൾ എങ്ങനെ വരും എന്നതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോൾ പ്രായോഗികമല്ല എന്നാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സർക്കാർ ഭേദഗതി നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നും പൊതു ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ തുടർന്നും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ചെലവുകൾ ആരോടെങ്കിലും ഈടാക്കേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആത്യന്തികമായി എന്തെങ്കിലും തരത്തിൽ ഉപഭോക്താവിലേക്ക് തന്നെയാണ് ഈ ചെലവുകൾ എത്തുന്നതെന്നും അല്ലെങ്കിൽ പൊതു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയാണ്. MDR വഴിയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഇതിനായുള്ള തുക കണ്ടെത്തുന്നത് തുടരേണ്ടതുണ്ട് എന്ന സാഹചര്യവും അങ്ങനെ അത് എങ്ങനെ മാറുന്നുവെന്ന് കാത്തിരുന്ന് കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. 2000 രൂപ എന്ന പരിധി നിശ്ചയിക്കുന്നതിലൂടെ മൊത്തം UPI ഇടപാടുകളിൽ 5% മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. എന്നാൽ പ്രോസസ് ചെയ്യുന്ന മൊത്തം ഇടപാട് മൂല്യത്തിന്റെ 65%-ഓളം ഈ പരിധിക്ക് മുകളിലുള്ള വലിയ ഇടപാടുകളാണ്. അതുകൊണ്ട് തന്നെ പാൽ, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും ഓട്ടോ ടാക്സി യാത്രക്കൂലി നൽകുന്നതിനുമുള്ള സാധാരണക്കാരുടെ ദൈനംദിന ചെറിയ ഇടപാടുകളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. ജൂലൈ മാസത്തിൽ മാത്രം 29.9 ലക്ഷം കോടി രൂപ മൂല്യമുള്ള 23.7 ശതകോടി UPI ഇടപാടുകളാണ് നടന്നത്. നടപ്പിലാക്കിയാൽ പോലും 95% ഇടപാടുകൾക്ക് MDR ബാധകമാകില്ലെന്നും ഇതൊരു ചെറിയ ഫീസ് ആയതിനാൽ എല്ലാ വ്യാപാരികളും ഇത് ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ സാധ്യത ഇല്ല എന്നാണ് RBI തന്നെ പറയുന്നത്. ഈടാക്കാവുന്ന MDR-ന് സർക്കാർ ഒരു പരമാവധി പരിധി നിശ്ചയിക്കുമെന്നാണ് വ്യവസ്ഥ. ക്രെഡിറ്റ് കാർഡുകളിൽ ഫണ്ടിംഗ് കോസ്റ്റ് ഇല്ലാത്തതിനാൽ ഒരു പരിധി നിശ്ചയിക്കുന്നത് ഉചിതമായിരിക്കും. നിലവിൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് 3% വരെ നിരക്ക് ഈടാക്കുമ്പോൾ 20 ലക്ഷം രൂപ വരെയുള്ള ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് പരമാവധി 4%-ഉം അതിനു മുകളിൽ 9%-ഉമാണ് MDR ഈടാക്കുന്നത്. മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്താണെന്നാൽ പണമിടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ബാങ്ക് അല്ലെങ്കിൽ പേയ്മെന്റ് സേവന ദാതാവ് ഈടാക്കുന്നതാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. പണമിടപാടിൽ, അതായത് ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ പരിപാലിക്കുന്നതിനാണ് ഈ തുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇടപാടുകളിൽ ഇത്തരം നിരക്ക് അത് നിലവിലുണ്ടെങ്കിലും UPI ഇടപാടുകൾ സൗജന്യമായിരുന്നു. അതുകൊണ്ടാണ് ഒട്ടുമിക്ക പേരും ഇത്തരം സേവനങ്ങൾ ഉപയോഗിക്കുന്നത്.